ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പം നമ്മളിന്ന് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വന്നേക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റോണ്, ബ്രിക്ക്, സിമെൻറ്റ്, ലൈമ്, പൊസോളന, ക്ലേ പ്രൊഡക്ട്സ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ? നിങ്ങളിതൊക്കെ പഠിച്ചോ? നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ലേണിനോയി ചോദിച്ചാൽ മതി. റുബിയ മിസ്സിൻ്റെ നമ്പർ തരാൻ പറഞ്ഞാൽ അവർ തരും. ഡയറക്റ്റ് എനിക്ക് എൻ്റെ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി ചോദിച്ച് മെയിൽ അയക്കുമോ എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലോ ഞാൻ തന്ന കണ്ടൻറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ അങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവിടെ ചോദിച്ചാൽ എൻ്റെ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ചെറിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്ന, നമ്മളൊരു സിവിൽ എഞ്ചിനീയർ അല്ലേ, അപ്പം നമുക്ക് ആവശ്യം വരുന്ന ടോപ്പിക് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? മോർട്ടാർ. ഓക്കെ, മോർട്ടാറിൻ്റെ പ്രിപ്പറേഷൻ, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, യൂസസ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സിലബസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മളിപ്പം ഒരു ഹാഫ് വേ കഴിഞ്ഞു, ഇപ്പം നമ്മൾ എൻഡിലോട്ട് പോവാം. ഇനി ഒരു കോൺക്രീറ്റ് ടിമ്പറൊക്കെ 2 ക്ലാസ് കാണും. ആഡ് മിക്സ്ചേഴ്സും പെയിൻസും വാർണിഷസൂടെ ഒരു ക്ലാസ് ഒക്കെ കാണുമായിരിക്കും. ഓക്കെ, ഒരു മാക്സിമം ഒരു 3-4 ക്ലാസ്സിൽ നമ്മുടെ ഈ സബ്ജക്റ്റ് നമ്മൾ തീരും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കുക. ഞാൻ തരുന്ന PDF ഒക്കെ തരുന്നുണ്ടല്ലോ, അതൊക്കെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഒന്ന് ഇതെന്ന് പറയുമ്പോൾ ഒത്തിരി കാണാൻ പഠിക്കാനൊന്നും ഇല്ലല്ലോ. ചെറിയ കാര്യങ്ങളൊക്കെ കാണാൻ പഠിക്കേണ്ടി വരുന്നത് മാത്രം ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചിട്ട് ബാക്കി മനസ്സിലാക്കി ഒന്ന് വായിച്ചാലും മതി ക്ലാസ് കേട്ടിരുന്നിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വേറെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിനകത്തും ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന് വരുന്നത്. നമുക്ക് വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കൊന്നും അല്ലല്ലോ ഇത്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. റിവിഷൻ ചെയ്യണം, ഒക്കെ ചെയ്യണം, എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമുക്ക് മോർട്ടാറിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പം മോർട്ടാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ പണി നടക്കുമ്പോഴോ അല്ലെ അടുത്ത വീട്ടിൽ നടക്കുമ്പോഴോ നമ്മൾ റോഡിൽ കൂടെ നിൽക്കുമ്പോഴോ അല്ലെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മോർട്ടാർ മിക്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മോർട്ടാർ എങ്ങനെ മിക്സ് ചെയ്യുന്നത്? സിമെൻറ്റും സാൻഡും വാട്ടറും ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഇവർ ഈ വരുന്ന സാൻഡ് സീവ് ചെയ്യും. ഓക്കെ, സീവ് ചെയ്ത സാൻഡിനകത്തോട്ട് എന്ത് മിക്സ് ചെയ്യും? സിമെൻറ്റ് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വാട്ടർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണ് നമ്മൾ മോർട്ടാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോർട്ടാറിൻ്റെ കണ്ടൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത് നോക്കിയേ, ഈ മോർട്ടാർ എന്നുള്ള വേർഡ് വന്നത് മോർട്ടേറിയം എന്നൊരു വേർഡിൽ നിന്നാണ്. ഓക്കെ, അതിൻ്റെ മീനിങ് നമ്മൾ ക്രഷ്ഡ് എന്നായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു വേർഡിൽ നിന്നാണ് മോർട്ടാർ എന്നുള്ള വേർഡ് വന്നത്. ഈ മോർട്ടാർ എന്ന് പറയുമ്പം കോൺക്രീറ്റിന് സിമിലർ ആണ്. സിമിലറിനെ പറയാൻ പറ്റുള്ളൂ, സെയിം ആണോ? അല്ല, സിമിലർ ടു കോൺക്രീറ്റ് ആണ്. ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ കോഴ്സ് അഗ്രിഗേറ്റ്. ഇതിൽ കോഴ്സ് അഗ്രിഗേറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ലല്ലേ, നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ മോർട്ടാറിൽ യൂസ് ചെയ്യുന്നത്. CA എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി ഇതിൻ്റെ യൂസസ്. നമ്മൾ മോർട്ടാർ എന്തിനൊക്കെ യൂസ് ചെയ്യും? ഇത് കണ്ടോ, ഫില്ലിംഗ് ജോയിൻസ്. ഇപ്പം നമ്മൾ 2 ബ്രിക്ക് വെച്ചു, അതിൻ്റെ ഇടയിലുള്ള ജോയിൻസ് ഫില്ല് ചെയ്യാൻ. ഓക്കെ, ഇനി ഇതൊരു ബൈൻഡറായിട്ട് യൂസ് ചെയ്യും അല്ലേ, 2 സാധനങ്ങളെ ബൈൻഡ് ചെയ്ത് നിർത്താൻ. എന്തിൽ? സ്റ്റോൺ മേസണറിയിലും ബ്രിക്ക് മേസണറിയിലും നമ്മൾ എന്ത് ചെയ്യും? മോർട്ടാറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. നമ്മൾ മോർട്ടാറിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഒരാളാണ് ആരാ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് സാൻഡ് അല്ലേ? അപ്പോൾ ഈ സാൻഡ് മോർട്ടാറിൽ യൂസ് ചെയ്യുമ്പം എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് മോർട്ടാറിന് കൊടുക്കുന്നത്? ഒരു ബൾക്കിനെസ് കൊടുക്കും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? ഈ മോർട്ടാറിനെ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ എന്താ ഒരു സർഫസിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടല്ലേ അടുത്ത ബ്രിക്ക് വെക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? ഈ സാൻഡ് ഉള്ളതുകൊണ്ട് ഇവൻ ഒത്തിരി ഷ്രിങ്ക് ആവത്തില്ല, പ്രിവെൻറ്റ് ഷ്രിങ്കേജ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ അവൻ എന്ത് കൊടുക്കും? കുറച്ച് സ്ട്രെങ്തും കൊടുക്കും. ഓക്കെ, അപ്പം സാൻഡ് ഒരു നല്ല കാര്യം അല്ലേ? സാൻഡ് ഇല്ലെങ്കിൽ എന്താ പറ്റുക? മോർട്ടാർ ആവോ? ഇല്ല. ഓക്കെ, അപ്പം സാൻഡ് എന്ന് പറയുന്നത് ബൾക്ക്നെസ് കൊടുക്കും, മോർട്ടാറിനെ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഷ്രിങ്കേജ് പ്രിവെൻറ്റ് ചെയ്യും, സ്ട്രെങ്ത് കൊടുക്കും. ഓക്കെ, ഇതൊക്കെ വേണമെങ്കിൽ ഓപ്ഷനായിട്ടൊക്കെ വരാവുന്നതാണ് കേട്ടോ. പിന്നെന്താണ്? ഈ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടേ? ഇറ്റ് ഷുഡ് നോട്ട് ബി കെമിക്കലി ആക്റ്റീവ്. അവൻ കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സാൻഡ് ആയിരിക്കല്ലേ, ഓർഗാനിക് കണ്ടൻസ് ഒന്നും കാണില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ? കണ്ടെയ്ൻ ഷാർപ്പ് ആംഗുലർ ഗ്രെയിൻസ്. ഓക്കെ, നല്ല ആംഗുലർ ഗ്രെയിൻസ് ആണ് എന്ത് ചെയ്യും? നല്ല ബോണ്ട് കാണും.
ഓക്കെ. അപ്പോൾ റൗണ്ട് ആംഗുലർ റിയൻസ് ആണ് ഇന്റർലോക്കിംഗ് ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ഇന്റർലോക്കിംഗ് ഉണ്ടാവുമ്പോൾ നല്ല ബോണ്ട് കാണും. പക്ഷെ റൗണ്ടഡ് ആണെങ്കിലോ, റൗണ്ടഡ് ആണെങ്കിൽ ബോൾ ബിയറിംഗ് ആക്ഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. വർക്കബിലിറ്റി കൂടും, പക്ഷെ സ്ട്രെങ്ത് കൂടുവോ? ഇല്ല. ഓക്കെ. ഇനി അടുത്ത എന്താ, ഇറ്റ് ഷുഡ് ബി ഹാർഡ്. ഓക്കെ. ഇവൻ ഹാർഡ് ആയിരിക്കണം. സോഫ്റ്റ് സാൻഡ് ഒന്നും യൂസ് ചെയ്യരുത്. ഹാർഡ് ആയിട്ടുള്ള സാൻഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ എന്തായിരിക്കണം, വെൽ ഗ്രേഡഡ് ആയിരിക്കണം. നമ്മൾ ജി ടിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ സീവ് അനാലിസിസ് ചെയ്തിട്ട് സാൻഡിന്റെ സീവ് സൈസ് നമ്മൾ ഗ്രേഡിങ് കർവ് വരച്ചിട്ടുണ്ടല്ലേ, നമ്മൾ അതിനകത്ത് വന്ന് D60, D10, D30 അതൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സാൻഡ് എന്ന് പറയുമ്പോൾ നല്ല വെൽ ഗ്രേഡഡ് ആയിരിക്കണം. യൂണിഫോംലി ഗ്രേഡഡ് ആയിരിക്കില്ല. അതായത് എല്ലാ സൈസും വെൽ ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്, എല്ലാ സൈസിലുള്ള പാർട്ടിക്കിൾസ് അതിൽ വേണം. ഓക്കെ. ചെറിയ പാർട്ടിക്കിൾസും വേണം. നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ച് ഉണ്ടല്ലോ, സാൻഡ് യൂസ് ചെയ്യുന്ന റേഞ്ചിന് ഇടയിലുള്ള എല്ലാ പാർട്ടിക്കിൾസും അതിൽ വേണം. യൂണിഫോംലി ഗ്രേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഗ്രേഡ് മാത്രം കാണും, മറ്റൊരു ഗ്രേഡ് മാത്രം കാണും, അല്ല വേറൊരു ഗ്രേഡ് മാത്രം കാണും. അങ്ങനെയുള്ള സാൻഡ് ആയിരിക്കരുത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം, വെൽ ഗ്രേഡഡ് സാൻഡ് ആയിരിക്കണം മോട്ടാറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് നോക്കി, സാൻഡിനെ പറ്റിയിട്ട് നമ്മൾ പറയുവാണേ. സാൻഡ് എന്ന് പറയുമ്പം നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സാൻഡ് എന്ന് പറഞ്ഞാൽ ഫൈൻ സാൻഡ്. ഓക്കെ. അപ്പം ഈ ഫൈൻ സാൻഡിൻ്റെയും കോഴ്സ് സാൻഡിൻ്റെയും ഗ്രാവലി സാൻഡിൻ്റെയും ഒക്കെ ആ സ്ക്രീൻ സൈസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ്. അതായത് അത് പാസ് ചെയ്യുന്ന ആ സ്ക്രീനിൻ്റെ ആ ഒരു ഹോളിൻ്റെ ആ ഒരു സൈസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് നോക്കി, നമ്മൾ ഫൈൻ സാൻഡ് കണ്ടോ, നമ്മുടെ ഒരു കയ്യിൽ ഫൈൻ സാൻഡ് ഇരിക്കുന്നത് കാണിച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഫൈൻ സാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് പാസിംഗ് ത്രൂ സ്ക്രീൻ വിത്ത് ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 1.5875 mm. ഓക്കെ. അപ്പൊ അറൗണ്ട് ഒരു 1.5875 mm ഉള്ള സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ്, അതായത് അതിനെ റീറ്റെയിൻ ചെയ്യുന്നതല്ല, ഈ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രീനിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന സാൻഡ് ആണ് എന്ത്, ഫൈൻ സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി അതിനെക്കാട്ടിലും അറൗണ്ട് ഒരു തൊട്ടതിന്റെ ഡബിൾ സൈസ്, അതാണ് കോഴ്സ് സാൻഡിന് വരുന്നത്. കോഴ്സ് സാൻഡ് ആണെങ്കിൽ എന്ത് വരും, പാസിംഗ് ത്രൂ സ്ക്രീൻ വിത്ത് ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 3.175 mm. ഓക്കെ. അറൗണ്ട് ഒരു ഡബിൾ അല്ലെ, ഡബിൾ 3.175 mm ഉള്ള സീവിൽ കൂടെ പാസ് ചെയ്ത് പോകണം. അതാണ് എന്ത്, കോഴ്സ് സാൻഡ്. ഓക്കെ. ഇനി അടുത്തത് ഗ്രാവലി സാൻഡ് എന്ന് പറഞ്ഞാലോ, അത് സ്ക്രീൻ പാസിംഗ് ത്രൂ സ്ക്രീൻ വിത്ത് ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 7.620 mm. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഗ്രാവലി സാൻഡ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ സൈസ് ഒക്കെ ഓർത്തിരിക്കുക. ഇനി ഒരു ടൈപ്പ് സാൻഡ് ഉള്ളത് പിറ്റ് സാൻഡ് എന്ന് പറയും. നമ്മൾ പിറ്റ് സാൻഡിന് നമുക്ക് ഇതുപോലെ ഏത് സൈസിൽ കൂടെ പോകണമെന്ന് ചോദിക്കുന്നില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1.5875, 3.175, ഗ്രാവലി ആകുമ്പോൾ 7.620 ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. മോട്ടാർ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകളിൽ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷെ പിറ്റ് സാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പിറ്റ് സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സാൻഡ് ആണ്. അതൊരു കോഴ്സ് ടൈപ്പ് സാൻഡ് ആണ്. കോഴ്സ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരുന്നത് 3.175 mm. ഓക്കെ. അതിൽ കൂടെ പാസ് ചെയ്ത ഒരു കോഴ്സ് ടൈപ്പ് ഓഫ് സാൻഡ് ആണ്. പിന്നെ എന്താ, നമുക്ക് ഇവനെ എങ്ങനെ കിട്ടുക, അവനെ കിട്ടുന്നത് നമ്മൾ ഡിഗ് ചെയ്യണം. ഒരു 2 to 3 മീറ്റർ ഗ്രൗണ്ട് താഴോട്ട് നമ്മൾ ഡിഗ് ചെയ്താലാണ് നമുക്ക് അവനെ കിട്ടുക. പിന്നെ എന്താണ്, അവന്റെ കളർ എന്താണ്, ഒരു റെഡിഷ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന കളറാണ്. എന്തുകൊണ്ട് ഈ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഇവന് വരുന്നത്, ഇവരിൽ ആരുണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ട്. നമ്മൾ ഒത്തിരി കണ്ട ഒരു കെമിക്കൽ അല്ലെ അയൺ ഓക്സൈഡ്. അപ്പൊ അയൺ ഓക്സൈഡ് ഇവനിൽ ഉള്ളത് കൊണ്ടാണ് അവന് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളർ വരുന്നത്. പിന്നെ എന്താണ്, ഈ പിറ്റ് സാൻഡ് ഫ്രീ ഫ്രം സോൾട്ട് ആയിരിക്കണം. നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ സോൾട്ട് കണ്ടന്റ് കാണാനേ പാടില്ല. സോൾട്ട് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, എഫ്ലോറസൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അവർക്ക് ഇതെന്താണ്, നമ്മൾ സോൾട്ട് ഒന്നും കാണാൻ പാടില്ല. പിന്നെ എന്താണ്, സുപ്പീരിയർ ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ആയിരിക്കണം. നമ്മൾ ഇത് മോട്ടാർ ആക്കി മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ല ബൈൻഡിങ് പ്രോപ്പർട്ടി ഇവന് കാണും. ഓക്കെ. ഈ പിറ്റ് സാൻഡ് നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മുടെ നാട്ടിലൊന്നും പിറ്റ് സാൻഡ് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ സോൾട്ടുകളൊക്കെ ഉള്ള സാൻഡുകൾ. അപ്പൊ ഇങ്ങനൊന്നും ഇല്ലാത്ത സ്ഥലത്തെ പിറ്റ് സാൻഡുകളൊക്കെ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. നോട്ട് റെക്കമെൻഡഡ് ഇഫ് ദ സാൻഡ് ഈസ് മോർ കോസർ ദാൻ അക്സെപ്റ്റബിൾ ലിമിറ്റ്. ഓക്കെ. ഇപ്പം ഈ സാൻഡിൽ കോസർ പാർട്ടിക്കിൾസ് കൂടുതലാണെങ്കിൽ, അതായത് എന്താ, ഗ്രാവലി സാൻഡ് പോലെ അങ്ങനെയുള്ള വലിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അതിനകത്ത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത്, അതിനകത്ത് കോഴ്സർ പാർട്ടിക്കിൾസ് അക്സെപ്റ്റബിൾ ലിമിറ്റിനെക്കാട്ടിലും കൂടുതലുണ്ട്, അതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യം പഠിച്ചല്ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സൈസ് ഓർത്തിരുന്നോണം, സൈസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.
അപ്പോൾ ഈ സൈസൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കാരണം ഒന്ന് എഴുതി വെച്ചോണം. പിന്നെ ഏകദേശം ഒന്ന് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറയാം. ഏകദേശം ഒരു 1.58ന്റെ ഏകദേശം ഒരു ഡബിളാണിത്. അതിന്റെ ഡബിളിനും കുറച്ചുകൂടെ കൂടുതലാണ് ഗ്രാവിലി സാൻഡ് പാസ് ചെയ്യുന്ന സീവിന്റെ സൈസ്. ഓക്കെ, അത്ര നമുക്ക് ഒരു ഒത്തിരി നമ്മൾ എന്താ വേറെ വലിയ ഷോർട്ട് കട്ട്സ് ഒന്നും ഇതിൽ പറയാനില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യമാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ്. ഓക്കെ, ഈ ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്നുള്ള എക്സ്പെരിമെന്റ് മിക്കവാറും നിങ്ങളൊക്കെ ലാബിൽ ചെയ്ത എക്സ്പെരിമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പം നമ്മൾ ബൾക്കിംഗ് ഓഫ് സാൻഡ് കാര്യം പറയും അല്ലെ, നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ ബൾക്കിംഗ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സാൻഡ് എടുത്തു, എന്നിട്ട് മോയ്സ്ചർ കണ്ടന്റ് വേരി ചെയ്ത് അത് ആ ഒരു ട്യൂബ് ഒരു നമ്മളൊരു സിലിണ്ടറിക്കൽ ഒരു ഇതിനകത്ത് ഒരു ഗ്ലാസിൻ്റെ ഒരു സിലിണ്ടറിക്കൽ ഒരു മെഷർമെൻ്റ് ഒക്കെ ഉള്ളതിനകത്തോട്ട് നമ്മൾ വെള്ളം നല്ല മിക്സ് ചെയ്ത്, അതായത് ഒരു പെർസെൻറ്റേജ് ആ സാൻഡിൻ്റെ വെയിറ്റിനനുസരിച്ച് ഒരു പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് അത് നല്ല മിക്സ് ചെയ്ത് അതിൽ ഫില്ല് ചെയ്ത് നമ്മൾ നോക്കി അല്ലേ, അതിൻ്റെ ആ വോളിയം ചേഞ്ച് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്ത കോളേജുകാരൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കി ഇത് എങ്ങനെയായിരിക്കും ബൾക്കിംഗ് ഓഫ് സാൻഡ് ചെയ്യുന്നത് എന്നുള്ള ടെസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഉപകാരപ്രദമാണ് കേട്ടോ, കണ്ടിരിക്കാമല്ലോ. എന്താണ് ബൾക്കിംഗ് ഓഫ് സാൻഡ് എങ്ങനെയാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. ഓക്കെ, സാൻഡിൽ മോയ്സ്ചറിന്റെ പ്രസൻസ് വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇവന് ബൾക്കിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഫിനിഷൻ പോലെ പറയണത് എന്താണ്? ബൾക്കിംഗ് എന്ന് പറയുമ്പം ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് സാൻഡ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫൈൻ അഗ്രിഗേറ്റിന്റെ എന്താണ് വോളിയം ഇൻക്രീസ് ചെയ്യുക. എന്തുകൊണ്ട്? കോസ്ഡ് ബൈ വാട്ടർ ഫിലിം പുഷിംഗ് ദ സാൻഡ് പാർട്ടിക്കിൾസ് എപ്പാർട്ട്. അപ്പം സാൻഡിന്റെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതിനിടയിൽ വാട്ടർ വന്നു കഴിയുമ്പോൾ എന്നാ പറ്റും? ഇവനെ ഒന്ന് ചെറുതായിട്ട് പുഷ് ചെയ്യും. ഓക്കെ, അപ്പൊ അവന്റെ വോളിയം എന്തായി? ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പൊ ഏത് മോയ്സ്ചർ കണ്ടന്റിലാണ് ഈ ബൾക്കിംഗ് ഉണ്ടാകുന്നത്? ഒരു 5 to 8%. ഓക്കെ, 4 എന്നും കണ്ടിട്ടുണ്ട്, എങ്കിലും 5 to 8% ആണ് നമുക്ക് മിക്ക ഒരു PSC ആണെങ്കിലും വലിയ ക്യാൻസറുകളിലും 5 to 8%. അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിട്ട് വേണേൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ഇൻ വോളിയം ഉണ്ടാകുന്നത് പറഞ്ഞല്ലേ, അപ്പൊ എത്ര ശതമാനം ഇൻക്രീസ് ഇൻ വോളിയം ഉണ്ടാകുന്നത്? 20 to 40% ആണ് ഇൻക്രീസ് ഇൻ വോളിയം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ 20 to 40% ഇൻക്രീസ് എന്ന് പറയുമ്പം ആ ഗ്രേഡ് ഓഫ് സാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫൈൻ ആയിട്ടുള്ള സാൻഡ് ആണോ അതോ കുറച്ച് അതായത് ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ സാൻഡിന്റെ ആ സൈസ് റേഞ്ചിൽ അതിന്റെ ഗ്രേഡിങ്ങിനെ അനുസരിച്ചിരിക്കും ഈ ഇൻക്രീസ് ഇൻ വോളിയം എന്ന് പറയുന്നത്. ഇനി ഫൈനർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താ ഉണ്ടെങ്കിൽ എന്താ അതായത് ഈ സാൻഡ് നല്ല തീരെ ഫൈനാണ്, നല്ല ഫൈൻ ആണെങ്കിൽ മോർ വിൽ ബി ഇൻക്രീസിങ് വോളിയം ഫോർ എ ഗിവൺ മോയ്സ്ചർ കണ്ടന്റ്. അതായത് ഒത്തിരി ഫൈൻ ആണ് അല്ലേ, അപ്പോൾ ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ എല്ലാം വാട്ടർ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവന്റെ വോളിയം ചേഞ്ച് കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി ഇത് നോക്കിയേ, ഈ ഫിഗറിനകത്ത് ബൾക്കിംഗ് ഓഫ് സാൻഡ് കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു എന്താണ് ഒരു സാച്ചുറേറ്റഡ് സാൻഡ് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു അതിന്റെ വോളിയം ഹൈറ്റ്. അപ്പോൾ എന്താണ് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഈ ബൾക്കിങ്ങിന്റെ ഒരു 5 to 8% റേഞ്ച് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവന്റെ വോളിയം കൂടും. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ട്. അതായത് മാക്സിമം ബൾക്കിങ് വരുന്നു, പിന്നെ അത് കുറയുന്നു. നമ്മൾ ലാബിലൊക്കെ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യലൊക്കെ ഉണ്ട്. ഓക്കെ, ഗ്രാഫൊന്നും നമുക്ക് വരത്തില്ലായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നോക്കാവേ. അടുത്തെന്ന് പറയുന്നത് മോർട്ടാറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പം മോർട്ടാറിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 4 ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ്. ഒന്നാമത്തെ അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യും. പിന്നെന്താണ് അതിൽ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽസ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യും. പിന്നെന്താണ് അതിൻ്റെ നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടും. പിന്നെ സ്പെഷ്യൽ മോർട്ടാർസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മോർട്ടാറുണ്ട്. അപ്പോൾ സ്പെഷ്യൽ മോർട്ടാറുകളെ പറ്റി നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, എങ്കിലും അതിൻ്റെ പേര് മാത്രം നമുക്കൊന്ന് നോക്കിപ്പോവാം. ഒന്നാമത്തെ ഫയർ റെസിസ്റ്റന്റ് മോർട്ടാർ. എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബിൽഡിങ്സിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് സാൻഡ് അബ്സോർബിംഗ് മോർട്ടാർ. പിന്നെ വേറെ ടൈപ്പ് ഉണ്ട് എക്സ്റേ ഷീൽഡിംഗ് മോർട്ടാർ. നമ്മൾ എന്താ നമ്മുടെ എക്സ്റേ റൂംസിലൊക്കെ ഷീൽഡിംഗ് ആയിട്ട് കൊടുക്കാൻ ഇത്ര മോർട്ടാറൊക്കെ യൂസ് ചെയ്യും. പിന്നെന്താണ് പാക്കിംഗ് മോർട്ടാർ ഉണ്ട്. പിന്നെ ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഡെക്കറേറ്റീവ് മോർട്ടാർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പേരൊക്കെ മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ, അല്ലാതെ ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ്. ഈ ബൾക്ക് ഡെൻസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പറഞ്ഞ 2 ടൈപ്പ് മോർട്ടാർ ഉണ്ടെന്ന് പറഞ്ഞു. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. നമ്മൾ GT-ലൊക്കെ പഠിച്ച ഇക്വേഷൻ അല്ലേ, വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ബൾക്ക് ഡെൻസിറ്റി. അപ്പോൾ ആ ബൾക്ക് ഡെൻസിറ്റിയെ ഒരു 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ കൂടുതലാണ് നമ്മൾ ഉണ്ടാക്കുന്ന മോർട്ടാറിന്റെ ബൾക്ക് ഡെൻസിറ്റി എങ്കിൽ
അവനെ നമുക്ക് എന്ത് പറയാം? ഹെവി മോർട്ടാർ എന്ന് പറയാം. ഓക്കെ, ഹെവി വെയിറ്റ് മോർട്ടാർന്നോ ഹെവി മോർട്ടാർന്നോ ഒക്കെ നമുക്ക് അതിനെ പറയാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അവൻ്റെ വെയിറ്റ് ഗ്രേറ്റർ ദാൻ 15 ആണ്, നമുക്ക് അവനെ ഹെവി മോർട്ടാർ എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? ലൈറ്റ് വെയിറ്റ് മോർട്ടാർ. ലൈറ്റ് വെയിറ്റ് നമ്മൾ കേട്ടിട്ടുള്ള അല്ലേ, ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൈറ്റ് വെയിറ്റ് മോർട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ബൾക്ക് ഡെൻസിറ്റി 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഒരൊറ്റ വാല്യൂവിനകത്ത് നിന്ന് രണ്ടാരും കിട്ടിയില്ലേ? ഓക്കെ, ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് മോർട്ടാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലെസ് ദാൻ 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സൈഡിലോട്ട് പോകാം. പിന്നെ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്, നമ്മുടെ മോർട്ടാറിൻ്റെ കോഡായിട്ടുള്ള IS 1905-1987. ഓക്കെ, ഇതാണ് മോർട്ടാറിൻ്റെ കോഡ്. ചോദിച്ചാൽ IS 1905-1987 ആണ്. അപ്പോൾ ഇതിനകത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നേ. ഇപ്പം ഇതിനകത്ത് ഗ്രേഡ് ഓഫ് മോട്ടോർ കണ്ടോ? ഗ്രേഡ് ഓഫ് മോട്ടോർ കൊടുത്തേക്കുന്നത് H1 H2 M1 M2 M3 L1 L2. H1 H2 എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ ഗ്രേഡ് കൂടുതൽ, ഹൈ, അങ്ങനെയുള്ള ഒരു കാറ്റഗറി. അപ്പോൾ H1 തന്നെ, H1 H2 രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൻ്റെ തന്നെ ഗ്രേഡ് നോക്കി അതിൻ്റെ സ്ട്രെങ്ത് നോക്കി അറൗണ്ട് 10, 7.5ഉം 6ഉം. അത് തന്നെ രണ്ട് ടൈപ്പുണ്ട്. ലൈമും പൊസോളനായും ഒക്കെ ആഡ് ചെയ്യുന്നതായിട്ട് സാൻഡും ഒക്കെ ആഡ് ചെയ്യുന്ന പ്രൊപ്പോർഷൻ അനുസരിച്ച് തന്നെ രണ്ട് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നോക്കി അവിടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്. 10ഉം 7.5ഉം 6ഉം ഒക്കെയാണ് അവിടുത്തെ സ്ട്രെങ്ത്. അടുത്തത് മീഡിയം വരുന്നത് M1 M2 M3. മീഡിയം സ്ട്രെങ്ത് വരുന്നത് അറൗണ്ട് ഒരു 5 to 1.5 2 ആ റേഞ്ച് വരെ. ഓക്കെ, അത്രയും അതായത് കംപ്രസീവ് സ്ട്രെങ്ത് 28 ഡേയ്സിൽ അത്രയും കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നതാണ് M1 M2 M3. പിന്നെ L1 L2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കംപ്രസീവ് സ്ട്രെങ്ത് കുറവായിരിക്കും. 0.7 to 0.5 ഒക്കെ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ നമ്മുടെ ക്ലാസിഫിക്കേഷൻ പോലെ, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്ട്രെങ്ത്, അങ്ങനെ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഗ്രേഡ് കാണിച്ചിട്ട് അതിന് അറൗണ്ട് എത്ര സ്ട്രെങ്ത് വരും, ഒരു കംപ്രസീവ് സ്ട്രെങ്ത് വരും, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് സ്ട്രെങ്ത് ഒബ്റ്റെയിൻ വിത്ത് ഡിഫറെന്റ് പ്രപ്പോർഷൻ. ഓക്കെ, നമ്മൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞല്ലേ, പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ എന്താ? റേഷ്യോ. റേഷ്യോ എന്ന് പറയുമ്പോൾ അതിൽ എന്താ വരുന്നത്? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കും? സിമെന്റ് ആയിരിക്കും അല്ലേ. ഈ 1 എന്ന് പറയുന്നത് സിമെന്റ് ആയിരിക്കും. അപ്പം 1 സിമെന്റിന് എത്ര സാൻഡ് ആഡ് ചെയ്ത് കിട്ടുന്ന മോർട്ടാറാണ്, അതിനനുസരിച്ച് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വേരി ചെയ്യും. ഇപ്പം 1 സാൻഡിന്, അതായത് 1 പോർഷൻ ഓഫ് സാൻഡിന് 3 പോർഷൻ ഓഫ് എന്താണ് 1 പോർഷൻ ഓഫ് സിമെന്റിന് 3 പോർഷൻ ഓഫ് സാൻഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര കംപ്രസീവ് സ്ട്രെങ്ത് വരും? 10 ന്യൂട്ടൺ പെർ mm² വരും. അടുത്തത് നോക്കിയേ, 1:4 ആണെങ്കിലോ 7.5. അടുത്തത് 1:5 ആണെങ്കിലോ 5, 1:6 ആണെങ്കിൽ 3, 1:8 ആണ് 0.7. ഓക്കെ, അപ്പോൾ ഈ കംപ്രസീവ് സ്ട്രെങ്ത് ഏകദേശം ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? നമ്മുടെ എന്താ ഇതിന്റെ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ ഈ സാൻഡിന്റെ അതായത് ക്വാണ്ടിറ്റി കൂടുന്തോറും എന്താണ് സ്ട്രെങ്ത് എന്താണ് കുറയുകയാണ്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാമല്ലോ. അതായത് 3, 4, 5, 6, 8 എന്താ ഇവിടെ ഈ സാൻഡിന്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ സാൻഡിന്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും തോറും നമ്മുടെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? 10, 7.5, 5, പിന്നെ 2. ഇതിപ്പോ നോക്കിയാൽ 2.5 വെച്ച് അറൗണ്ട് ഇവിടെ വരെ കുറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2 കുറഞ്ഞ് 3 ആയി. 3 അറൗണ്ട് 2ലും കുറച്ചുകൂടെ കുറഞ്ഞു. അങ്ങനെയാണ് 0.7 ന്യൂട്ടൺ പെർ mm². ഓക്കെ, അങ്ങനെയൊക്കെ ഈ ടേബിൾ ഒന്ന് ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരു ഗ്രേഡ് തന്നിട്ട് അതിന്റെ എത്രയാണ് അപ്രോക്സിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത്, ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത് 28 ഡേയ്സ് എത്രയാണ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം മോർട്ടാറിന്റെ. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്താണ്. ഒന്നാമത്തത് ബ്രിക്ക് ലേയിങ് മോട്ടോർ. ബ്രിക്ക് ലേയിങ് മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ് ടു ബൈൻഡ് ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ് ഇൻ മേസണറി കൺസ്ട്രക്ഷൻ. ഓക്കെ, നമ്മൾ മേസണറി കൺസ്ട്രക്ഷനിൽ നമ്മൾ ഈ എന്താണ് ഈ മോട്ടാറിനെ യൂസ് ചെയ്യുമ്പോൾ ബ്രിക്കുകളെ തമ്മിൽ അല്ലെങ്കിൽ സ്റ്റോണുകളെ തമ്മിൽ ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബ്രിക്ക് ലേയിങ് മോട്ടോർ. അടുത്തത് എന്താ? ഫിനിഷിംഗ് മോട്ടോർ. ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താ? എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും അല്ലേ. ഫിനിഷിംഗ് മോട്ടോർ എന്ന് പറയുമ്പോൾ എന്താ? അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? പോയിന്റിങ്ങിനും പ്ലാസ്റ്ററിംഗ് വർക്സിനുമാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ? ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടില്ലേ. ഇനി അടുത്തത് ബൈൻഡിങ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബൈൻഡിങ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്?
പണ്ടത്തെ കാലത്ത് എന്താ മഡ് മോർട്ടാറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഏൻഷ്യൻ ടൈംസിൽ. അപ്പം മഡായിരുന്നു നമ്മൾ മോർട്ടാർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മഡ് എന്ത് ചെയ്യും, വാട്ടറുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പണ്ട് തീരെ ഒത്തിരി പഴയ വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷനിലും നമ്മൾ ഈ ഓലപ്പുരകൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അതിൻ്റെയൊക്കെ ആ തിട്ടകൾ പഴയ സിനിമയിലൊക്കെ നോക്കിയാൽ കാണാം. നമുക്ക് ഇപ്പം അത്ര വീടുകളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം പഴയ സിനിമകളിലൊക്കെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ആ എന്താ ഫൗണ്ടേഷൻ്റെ ആ പോർഷനിലും ഒക്കെ ഇങ്ങനെ നോക്കിയാൽ ഈ മണ്ണ് ഒഴിച്ച് മിക്സ് ചെയ്തതിൻ്റെ ഒക്കെ കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ ചാണകം കുഴച്ചൊക്കെ തറയിലൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിലെയൊക്കെ ചില വീടുകളിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതും എല്ലാം മാറി. ഫ്ലോറിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മോർട്ടാറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യും, മോർട്ടാറിൻ്റെ മേളിൽ ഇപ്പോൾ ടൈല് വന്നു. ടൈല് ഇപ്പം നല്ല ചീപ്പായി കഴിഞ്ഞാൽ പിന്നെന്താണ് ഇപ്പം പുതിയ പുതിയ മെറ്റീരിയൽ എന്താ എപ്പോക്സി പോലത്തെയുള്ള റെസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന പുതിയ ഫ്ലോറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആരായിരുന്നു, മഡ് മോർട്ടാറിനെയായിരുന്നു. പിന്നെ എന്താണ് വേറൊന്നാണ് സുർക്കി മോട്ടർ. അപ്പോൾ ഈ സുർക്കി എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ കേട്ടിട്ടുള്ള എന്താ, മുല്ലപ്പെരിയാർ ഡാമിന്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് സുർക്കി. അപ്പം സുർക്കിയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. സുർക്കിയിൽ എന്താണ് ബൈൻഡിങ് മെറ്റീരിയൽ ആരാണ്, സുർക്കിയിൽ ബൈൻഡിങ് മെറ്റീരിയൽ ലൈമാണ്. ഓക്കെ, നമ്മൾ സിമെന്റ് പോലെ സുർക്കിയിൽ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ആഡ് ചെയ്യുന്ന ആരാണ്, ലൈമാണ്. അപ്പോൾ ഈ സുർക്കി എവിടെ യൂസ് ചെയ്യുന്നത്, ഓർഡിനറി മേസണറി വർക്സിലാണ് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ അത് യൂസ് ചെയ്തിരുന്നു, ഡാമിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്തിരുന്നു. പക്ഷേ എന്താണ് ഓർഡിനറി മേസണറി വർക്സ് ആണെങ്കിൽ അതിപ്പോൾ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സ്ട്രെങ്തിന്റെ ഒക്കെ ഒരു ഇത് കൊണ്ട് ഇപ്പം നമുക്ക് പുതിയ അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ആണ് നല്ല ബെറ്റർ സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് സുർക്കി ഒന്നും യൂസ് ചെയ്യേണ്ട. ഇൻ കേസ് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ബ്രോക്കൺ ബ്രിക്ക് മോട്ടാറിനൊക്കെ ഇതിന് പറയാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഓർഡിനറി വർക്സിൽ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ എന്തിനു യൂസ് ചെയ്യാം, ഫൗണ്ടേഷൻ വർക്സിന് വേണേൽ യൂസ് ചെയ്യാം, സൂപ്പർ സ്ട്രക്ചർ വർക്സിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് വർക്ക്. ഓക്കെ, എന്തിനു യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പ്ലാസ്റ്ററിങ്ങിനും പോയിന്റിങ് വർക്സിനും നമുക്ക് ഇവനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്കിത് എന്തിനാണ്, നമുക്ക് പ്ലാസ്റ്ററിങ്ങിനോ അല്ലെങ്കിൽ പോയിന്റിങ് വർക്സിനോ ഒന്നും ഈ സുർക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ലൈം മോർട്ടാർ. ലൈം മോർട്ടാർ എന്ന് പറയുമ്പോൾ എന്താണ്, ലൈം മോർട്ടാർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഉണ്ടാക്കുന്നത് ഹൈഡ്രോളിക് ലൈം വെച്ചിട്ടാണ്. നമ്മൾ ഹൈഡ്രോളിക് ലൈമിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലൈമിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഇടയ്ക്കത്തെ ക്ലാസ്സൊക്കെ കേൾക്കുന്നതെങ്കിൽ ആദ്യം കേൾക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലെ ലൈം എടുത്തത്, അപ്പോൾ ആ ക്ലാസ്സൊക്കെ ഒന്നുകൂടെ കേൾക്കണേ. ഇറ്റ് ഡസ് നോട്ട് സെറ്റ് ക്വിക്ക്ലി. എന്താണ്, ഒരു ടി വരണം കേട്ടോ. അതായത് പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യത്തില്ല. ലൈമിന്റെ ഒരു പ്രോപ്പർട്ടി അല്ലേ, പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന്. പിന്നെ അറൗണ്ട് ഒരു 1 hour മേളിൽ എടുക്കും ഇത് സെറ്റ് ആകണമെങ്കിൽ. സാൻഡ്, സിൻഡർ, സുർക്കി. ഓക്കെ, അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലൈം മോർട്ടാറിൽ നമുക്ക് സാൻഡ്, സിൻഡർ, സുർക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഡസ് നോട്ട് എന്നുള്ള ഓർത്താണ്, ഇറ്റ് ഡസ് നോട്ട് സെറ്റ് ക്വിക്ക്ലി എന്നാണ്. ഇനി അടുത്തത് ഗേജ്ഡ് മോർട്ടാർ അല്ലെങ്കിൽ കോമ്പസിറ്റ് മോർട്ടാർ. ഗേജ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗേജ്ഡ് എന്ന് പറയുന്ന വേർഡ് മിക്കവാറും വരാറുണ്ട്. ഇതിനകത്ത് നിന്ന് വരുന്ന 2 ടേംസ് ആണ്, ഒന്ന് ഗേജ്ഡ്, ഗുണൈറ്റ്. ഓക്കെ, അപ്പൊ ഗേജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു കോമ്പസിറ്റ് മോട്ടറാണ്. ഒരു കോമ്പസിറ്റ് മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, നമ്മൾ മെറ്റൽസ് അലോയ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കോമ്പസിറ്റ് മെറ്റീരിയൽസ് പഠിക്കും. അതുപോലെ ഒരു കോമ്പസിറ്റ് മോട്ടറാണ് ഗേജ്ഡ് മോട്ടർ. കോമ്പസിറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 2 or 3 ഇൻഗ്രീഡിയൻസ് അതിലുണ്ട് അല്ലേ. അപ്പൊ ഇതിനകത്ത് എന്താ, സിമെന്റ് ഈസ് ഇൻക്ലൂഡഡ് ആസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ അഡീഷൻ ടു ലൈം. ഇപ്പൊ നമ്മൾ ലൈം മോട്ടാർ ഉണ്ടാക്കുന്നു പറഞ്ഞല്ലേ, അപ്പൊ ആ ലൈം മോട്ടാറിൽ ലൈമിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യും, സിമെന്റും കൂടെ ആഡ് ചെയ്യും. അപ്പൊ സിമെന്റും കൂടെ ആഡ് ചെയ്യില്ല, അവൻ എന്തായി, രണ്ട് ബൈൻഡിങ് മെറ്റീരിയൽ അല്ലേ. അപ്പൊ അവനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോമ്പസിറ്റ് മോട്ടാർ അല്ലെങ്കിൽ ഗേജ്ഡ് മോട്ടാർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഗേജ്ഡ് മോർട്ടാറിന്റെ ഇൻഗ്രീഡിയൻസ് ആരൊക്കെയാ, സിമെന്റ് ഉണ്ട്, ലൈം ഉണ്ട്, പിന്നെ സാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മോർട്ടാറിന്റെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു. അപ്പം ഈ വാട്ടർ ആഡ് ചെയ്താൽ ഈ ഗേജ്ഡ് മോർട്ടാർ നമ്മൾ ഒരു 1 to 2 hours നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ യൂസ് ചെയ്ത് തീർത്തിരിക്കണം. അപ്പൊ അത്ര നേരത്തിനൊക്കെ വെക്കാവുന്ന സ്മോൾ ബാച്ചസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സിമെന്റ് മിക്സ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം. നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ ഫുള്ള് ബ്രിക്ക് വർക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് സിമെന്റ് മിക്സ് ചെയ്യുക.
അങ്ങനെയാണെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് കുറച്ച് കുറച്ചായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഒത്തിരി ഒന്നും മിക്സ് ചെയ്ത് വെക്കത്തില്ല. ഇപ്പോൾ ഒരു ഹാഫ് അവർ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണെങ്കിൽ ആ സെറ്റിംഗ് ടൈമിന് ഉള്ളിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി മാത്രമേ അവർ മിക്സ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം അതുപോലെ ഇതൊരു 1 to 2 അവേഴ്സിനുള്ളിൽ നമുക്കിതിനെ ഗേജ്ഡ് മോട്ടറിനെ യൂസ് ചെയ്യണം. ഇനി അടുത്തത് പോളിമർ സിമെന്റ് മോട്ടോർ. അപ്പോൾ ഈ പോളിമർ സിമെന്റ് മോട്ടോർ എന്ന് പറയുമ്പോൾ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോട്ടോറാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾ പോളിമേഴ്സ് യൂസ് ചെയ്യും. മോണോമർ ചേർന്ന് പോളിമർ ഉണ്ടാകുന്നു. നമ്മൾ PVC പോലുള്ള പഠിച്ചിട്ടുണ്ട്, ബ്യൂട്ടാഡൈൻ, അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കെമിസ്ട്രിയിലൊക്കെ പോളിമേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള പോളിമേഴ്സ് യൂസ് ചെയ്യുന്ന മോട്ടോറാണ് എന്ത്, പോളിമർ സിമെന്റ് മോട്ടോർ. അപ്പം ഇതിലെന്താ, പാർട്ട് ഓഫ് സിമെന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ പോളിമർ ആർട്ട് മിക്സ്ചേഴ്സ്. അപ്പം എന്താ, പോളിമർ ആയിട്ടുള്ള ആർട്ട് മിക്സ്ചേഴ്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. എന്തൊക്കെയാണ്, ലാറ്റക്സ്. നമ്മൾ ഇതിൻ്റെയൊക്കെ റബ്ബർ പാലൊക്കെ എടുക്കുമ്പോൾ ലാറ്റക്സ് എന്ന് പറയത്തില്ല, അതുപോലെയൊക്കെ ഒരു മെറ്റീരിയൽ ആയിരിക്കും ലാറ്റക്സ്. പിന്നെ എന്തെങ്കിലും എമൽഷൻസ്, വേറെ എന്തെങ്കിലും മോണോമെസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് സിമെന്റിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, മാറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഈ ലാറ്റക്സോ എമൽഷനോ മോണോമേഴ്സോ ഒക്കെ സിമെന്റിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതിന്റെ പെർമിബിലിറ്റി കുറയും. ഓക്കെ, ഷ്രിങ്കേജ് കുറയും. ഓക്കെ, അപ്പൊ എന്താണ് ഇത്, നമുക്ക് റിപ്പയറിംഗ് വർക്സിന് യൂസ് ചെയ്യാം. പിന്നെന്താണ്, ഈ വെള്ളമൊക്കെ ഒത്തിരി ബിൽഡിങ്ങിനകത്തോട്ട് ഇറങ്ങാതെ എന്തെങ്കിലും ഒരു സീലിംഗ് കോട്ട് പോലൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ പോളിമർ സിമെന്റ് മോട്ടാറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പോളിമർ സിമെന്റ് മോട്ടാർ ഒന്നും ഇതുവരെ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. ഇൻ കേസ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് മോട്ടാർ മിക്സിന്റെ കാര്യം. ഓക്കെ, മോട്ടാർ മിക്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒത്തിരി മിക്സ് ഉണ്ട്. അതായത് 1.2, 1.3, 1.4, 1.5 അങ്ങനെ അങ്ങനെ ഓരോ ടൈപ്പ് മിക്സിങ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഏത് മിക്സ് എവിടെ യൂസ് ചെയ്യണം, ഓക്കെ, ഓരോ മിക്സിലും എത്ര സിമെന്റ് എത്ര സാൻഡ് റേഷ്യോ ആയിരിക്കണം, ഓക്കെ, അതിനനുസരിച്ചൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നോക്കിയേ, പ്രപ്പോർഷൻ ഓഫ് ഗേജ്ഡ് മോട്ടാർ നമ്മൾ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ഗേജ്ഡ് മോട്ടാർ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ ഗേജ്ഡ് മോട്ടാർ എന്താ, ലൈമും സിമെന്റും ഉള്ള ഗേജ്ഡ് മോട്ടാർ നമ്മൾ മേസണറി വർക്കിലോ ഫൗണ്ടേഷനിലോ പ്ലിന്തിലോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഏത് പ്രപ്പോർഷനൊക്കെ കൊടുക്കാം, 1.8, 1:8, 1:7, 1:6 ഈ പ്രപ്പോർഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗേജ്ഡ് മോട്ടാർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ബ്രിക്ക് വർക്ക് ബിലോ ഗ്രൗണ്ട് ലെവൽ. ഇപ്പം നമ്മുടെ ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട്. ഓക്കെ, ആ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഒരു ബ്രിക്ക് വർക്ക് ആണെങ്കിൽ അവിടുത്തെ മോട്ടാർ എന്തായിരിക്കണം, സാൻഡ് എന്തായിരിക്കണം, ഒത്തിരി ഒന്നും യൂസ് ചെയ്യില്ല. ഒരു ബാച്ച് സിമെന്റിന് 3 ബാച്ച് സാൻഡ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 1:4 റേഷ്യോയിലായിരിക്കണം സിമെന്റ് സാൻഡ് റേഷ്യോ. ഇനി അടുത്തത് ജനറൽ ബ്രിക്ക് വർക്ക് ആൻഡ് സ്റ്റോൺ മേസണറി. ഒരു ജനറൽ ആയിട്ട് വലിയ, ഇപ്പം നമ്മളിപ്പോൾ ഒരു മതിലിന്റെ ഒരു വർക്ക് എടുക്കാന്നിരിക്കട്ടെ, അപ്പോൾ അതൊരു ജനറൽ ബ്രിക്ക് വർക്ക് പോലെ വരും. പിന്നെ അല്ലെങ്കിൽ സ്റ്റോൺ മേസണറി, ഓക്കെ, അതിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1:6 റേഷ്യോ വരെ യൂസ് ചെയ്യാം. അതായത് 6 സാൻഡ് നമുക്ക് യൂസ് ചെയ്യും ഒരു 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 ബാച്ച് സിമെന്റിന്. ഓക്കെ, ഇനി അടുത്തത് ഫോർ ആർച്ച് വർക്ക്. ആർച്ച് വർക്ക് എന്ന് പറയുമ്പോൾ എന്താ, കുറച്ച് കെയർ വേണ്ടത് അല്ലേ. നമ്മൾ ഈ ബ്രിക്ക് വർക്ക് ബിലോ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുമ്പോൾ എന്താ, അതും കുറച്ച് എന്താ, നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിന് ബിലോ എന്ന് പറയുമ്പോൾ സോയിലിന്റെ എക്സ്പോഷർ വരും, വാട്ടറിന്റെ എക്സ്പോഷർ വരും, അപ്പോൾ സ്ട്രെങ്ത് കൂടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ സാൻഡ് കുറച്ച് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ആർച്ച് വർക്ക്. ആർച്ച് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ വെയിറ്റ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതും കുറച്ച് സുപ്പീരിയർ കൺസ്ട്രക്ഷൻ ആണ്. അവിടെ നമ്മൾ 1:3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് ആയിട്ട് സിമെന്റ് മോട്ടാർ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡാം പ്രൂഫ് കോഴ്സ് ആയിട്ട് നമ്മൾ DPC കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പം ഡാം പ്രൂഫ് കോഴ്സ് ആയിട്ട് നമ്മൾ ക്യൂസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 2.5 സെന്റിമീറ്ററിൽ നമ്മൾ ത്രൂ ഔട്ട് ബിൽഡിങ്ങിൽ അതിന്റെ പ്ലിന്ത് ലെവലിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സിമെന്റ് മോട്ടാർ ഡാം പ്രൂഫ് കോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്, 1:2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല ഗ്രേഡ്, അതായത് നല്ല ഗ്രേഡ് എന്നല്ല, നമുക്ക് ഡാം പ്രൂഫിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒട്ടും വെള്ളം ഇറങ്ങല്ലേ, അല്ലെ വെള്ളത്തിന്റെ മോയ്സ്ചറിന്റെ ആ മൂവ്മെന്റിനെ തടയണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏത് ഗ്രേഡ് യൂസ് ചെയ്യണം, 1:2 റേഷ്യോയിൽ യൂസ് ചെയ്യണം. ഇനി അടുത്ത എന്താ, എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ സീലിംഗ് പ്ലാസ്റ്ററിങ്. എക്സ്റ്റേണൽ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് പുറത്തുള്ളത്, അല്ലെ സീലിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ റൂഫിന്റെ മേളിലൊക്കെ നമ്മൾ പ്ലാസ്റ്ററിംഗ് കൊടുക്കത്തില്ല, നമ്മുടെ ഫാൻ ഇടുന്ന പോർഷനിൽ. ഓക്കെ, അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ റേഷ്യോ, 1:4 ആണ്. ഓക്കെ, ഇനി നോക്കി ഇന്റേണൽ പ്ലാസ്റ്ററിങ്. ഇപ്പൊ എക്സ്റ്റേണൽ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പോസ് ടു വെതർ അല്ലേ. സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സീലിംഗിൽ നമ്മളിപ്പോൾ മഴയൊക്കെ തുടങ്ങി, നമ്മുടെ നാട്ടിലൊക്കെ മൺസൂണൊക്കെ ഒത്തിരി നാളുണ്ടാവും അല്ലേ, അപ്പം ചെറിയ മോയ്സ്ചർ ഒക്കെ വരാം. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ 1:4 യൂസ് ചെയ്യാം.
ഇനി ഇന്റേണൽ പ്ലാസ്റ്ററിംഗ് ആണെങ്കിലോ, അപ്പൊ നിങ്ങളിരിക്കുന്ന സൈഡിലിരിക്കുന്ന വോളിന്റെ ആ ഒരു മോർട്ടാറിന്റെ അവന് എത്ര യൂസ് ചെയ്താൽ മതി? 1:5 to 1:6 ഉള്ള മോർട്ടാർ യൂസ് ചെയ്താൽ മതി. ഇനി അടുത്തത് പോയിന്റിംഗ് വർക്ക് സിമെന്റ് മോർട്ടാർ. അപ്പം പോയിന്റിംഗ് വർക്ക് നോക്കി, ഇത് കണ്ട് ഇവര് പോയിന്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ബ്രിക്ക് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒരു ലെയറിലൊക്കെ നമ്മൾ സിമെന്റ് കൊടുക്കും. പിന്നെ ജോയിന്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ ബ്രിക്കിനെ ഫിക്സ് ചെയ്ത് വെക്കും അല്ലേ? അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു എക്സ്പോസ്ഡ് സർഫസ് കാണത്തില്ലേ? അപ്പൊ എക്സ്പോസ്ഡ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്ത് വിടും? പോയിന്റ് ചെയ്ത് വിടും. പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യും, എക്സസ് ഉണ്ടെങ്കിൽ ട്രിം ചെയ്യും, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോസസ് ചെയ്യും. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? പോയിന്റിംഗ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റിംഗ് വർക്കിന് എത്ര യൂസ് ചെയ്യണം? 1:2 to 1:3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത എന്താ? മേസണറി വർക്ക് ഇൻ സുപ്പീരിയർ സ്ട്രക്ചർ. നല്ല സുപ്പീരിയർ സ്ട്രക്ചറിലുള്ള, അതായത് നല്ല എന്താണ്, അത്യാവശ്യം സ്ട്രെങ്ത് ലോഡൊക്കെ വരുന്ന ഒരു സുപ്പീരിയർ സ്ട്രക്ചറിൽ സിമെന്റ് മോർട്ടാർ ആണെങ്കിൽ 1:5 ആയിരിക്കണം. അപ്പൊ 1:5 നമ്മൾ ഇന്റേണൽ പ്ലാസ്റ്ററിംഗിൽ യൂസ് ചെയ്തു അല്ലേ? അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഏകദേശം ഒരേപോലെ വരുന്നത് കണക്ട് ചെയ്ത് പഠിക്കണം. അടുത്ത എന്താ? ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ഓക്കെ, സിമെന്റ് മോർട്ടാറിൽ നമ്മുടെ ഫൗണ്ടേഷനോ പ്ലിന്തോ കൊടുക്കുകയാണെങ്കിൽ 1:6. ഓക്കെ, ഇനി അടുത്തത് പ്ലാസ്റ്ററിംഗ് കോൺക്രീറ്റ് സർഫസ്. ഓക്കെ, ഒരു കോൺക്രീറ്റ് സർഫസിന് പ്ലാസ്റ്റർ കൊടുക്കുകയാണെങ്കിൽ 1:3. അപ്പൊ നോക്കി, ഈ 1:3 തന്നെ നമ്മൾ ആർച്ച് വർക്കിലും യൂസ് ചെയ്തു അല്ലെ? പിന്നെ അടുത്ത എന്താണ്? ലോഡ് ബിയറിംഗ് ബ്രിക്ക് മേസണറി ഇൻ സൂപ്പർ സ്ട്രക്ചർ അല്ലെങ്കിൽ സിമെന്റ് മോർട്ടർ. ഓക്കെ, അപ്പൊ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് മേസണറി നമ്മൾ സൂപ്പർ സ്ട്രക്ചർ കൊടുക്കുകയാണെങ്കിൽ അതിന് അറൗണ്ട് 1:6 മതി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ഓരോ തവണ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ടേബിൾ ആയിട്ട് എന്ത് ചെയ്തേക്കുന്നത്, ആക്കിയേക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ഓപ്ഷനിൽ നിന്ന് വന്ന ആൻസേഴ്സ് ആയത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിള് കാണാൻ പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏകദേശം മനസ്സിലാക്കി വെക്കുക, ഏതിനായിരിക്കണം നല്ല കൂടിയത്. സാൻഡ് ഏറ്റവും കുറവ് യൂസ് ചെയ്ത് നല്ല, ഇപ്പം ഡാം പ്രൂഫ് റോഡ്സിനാണെങ്കിൽ 1:2 മതി. 1:3 ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടത്? 1:4 ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത്? 5 ആണെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻ? ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ന ഗ്രേഡ് ഇന്ന സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ നമ്മൾ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇത് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൈറ്റിലൊന്നും നിന്നിട്ടില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ കുറവാണെങ്കിൽ ഇങ്ങനെ ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ഗ്രേഡ് യൂസ് ചെയ്യാം എന്ന് ഏകദേശം ഒരു 1, 2, 3 തവണ ഇതൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിയുമ്പോൾ കിട്ടും കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കൺസിസ്റ്റൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? ആ മോർട്ടാർ മിക്സിന്റെ കൺസിസ്റ്റൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെ കൺസിസ്റ്റൻസി വരാം? ഒരു സ്റ്റിഫ് കൺസിസ്റ്റൻസി വരാം. സോറി, അടുത്ത എന്താ? ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസി വരാം. ഓക്കെ, ഡിപ്പെൻസ് ഓൺ കോമ്പോസിഷൻ ഓഫ് മോർട്ടാർ. മോർട്ടാറിന്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് അത് സ്റ്റിഫ് ആണോ ഫ്ലൂയിഡ് ആണോ അതിനിടയിലുള്ള എന്തെങ്കിലും സ്റ്റേജ് ആണോ എന്നൊക്കെ പറയാം. അപ്പം മേസണറി വർക്കിനാണെങ്കിൽ ഇത് എന്തിരിക്കുന്നു? സഫീഷ്യൻലി മൊബൈൽ ആയിട്ടുള്ളൊരു എന്ത് വേണം? മിക്സ് നമുക്ക് വേണം. എന്നാലേ നമുക്കത് ലേ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഒത്തിരി സ്റ്റിഫ് ആണെങ്കിൽ നമുക്കത് പാടില്ലേ വർക്ക് ചെയ്യാൻ. ഇനി അടുത്തത് പ്ലേസബിലിറ്റി. പ്ലേസബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രോങ് ബോണ്ട് ഷുഡ് ബി ഡെവലപ്ഡ്. ഓക്കെ, അതായത് നമ്മൾ രണ്ട് ബ്രിക്കിനിടയിൽ നമ്മൾ മോർട്ടാർ വെക്കുമ്പോൾ നല്ലൊരു ബോണ്ട് അവിടെ ഉണ്ടാകണം. പിന്നെന്താണ്? വാട്ടർ റിട്ടൻഷൻ ജോയിന്റ്സ് ഒക്കെ ആയിരിക്കണം. ഇനി അടുത്തത് ഒരു ഗുഡ് മോർട്ടാറിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ് മോർട്ടാറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡെവലപ്പിംഗ് ഗുഡ് അഡ്ഹെഷൻ വിത്ത് ബിൽഡിംഗ് യൂണിറ്റ് സച്ച് ആസ് ബ്രിക്ക്, സ്റ്റോൺ എക്സെട്ര. ഓക്കെ, അപ്പൊ അഡ്ഹെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ അഡ്ഹെഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഗുഡ് മോർട്ടാർ ആണ് നമ്മുടെ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? അത് നല്ലൊരു അഡ്ഹെഷൻ നമ്മുടെ ബിൽഡിംഗ് യൂണിറ്റ്സുമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത എന്താണ്? നമുക്ക് ആ ഡിസൈൻ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു M1 എന്നൊരു, അല്ലെങ്കിൽ എന്താണ് M1 എന്നൊരു ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ M1 എന്നൊരു ഗ്രേഡ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഡിസൈഡ് 7.5 ആണ് അതിന്റെ സ്ട്രെങ്ത് എങ്കിൽ അത്രയും സ്ട്രെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ എന്തായിരിക്കണം? ഇത് ചീപ്പ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, ഈസിലി വർക്കബിൾ ആയിരിക്കണം, പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലേ? കൺസ്ട്രക്ഷനിൽ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത് നോക്കി, യൂസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ബൈൻഡ് ദ ബിൽഡിംഗ് യൂണിറ്റ് സച്ച് ആസ് ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ്. അപ്പം ബ്രിക്സിനെയും സ്റ്റോൺസിനെയും ഒക്കെ എന്ത് ചെയ്യണം? ബൈൻഡ് ചെയ്ത് നിർത്തണം. അടുത്തെന്താ? നമുക്ക് പോയിന്റിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, എക്സ്പോസ്ഡ് സർഫസിൽ പോയിന്റിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ നമുക്ക് മോർട്ടാർ യൂസ് ചെയ്യാം. അടുത്ത എന്താണ്? ഒരു ഈവൻ ബെഡിങ് ലെയർ. ഒരു ബിൽഡിംഗ് യൂണിറ്റ്സ് നമ്മളിപ്പോൾ ഒരു
നമ്മൾ ഈ മോർട്ടാർ ലെയർ ആയിട്ട് ഇട്ടിട്ടല്ല, അതിന്റെ മേളിൽ നമ്മളിങ്ങനെ ബ്രിക്ക് വെച്ച് പോകുന്നത്. അപ്പോൾ ഒരു ഈവൻ ബെഡിങ് ലെയർ ഉണ്ടാക്കണം. എന്താണ്, നമുക്ക് പൈപ്പിന്റെ ഒക്കെ ജോയിൻസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പൺ ജോയിൻസോ ബ്രിക്ക് വർക്കിലോ സ്റ്റോൺ വർക്കിലോ ഒക്കെ ഒരു ഓപ്പൺ ജോയിൻസോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോർട്ടാർ വെച്ചുകൊണ്ട് ആ ജോയിന്റ് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെന്താണ്, ഇത് ഈ മോർട്ടാർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്ട്രക്ചറിന്റെ എന്താണ് ഒരു അപ്പിയറൻസ് കൂടും അല്ലെ, നല്ലൊരു അപ്പിയറൻസ് വരും ഇത് നല്ലതായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത എന്താ, പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല അപ്പിയറൻസ് അല്ലേ. ഇനി അടുത്തത് നമ്മൾ മോർട്ടാറിന്റെ ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഞാൻ പറയാം. ഇതൊരു ടെസ്റ്റാണ്, അഡ്ഹസീവ്നെസ് ടു ബിൽഡിംഗ് യൂണിറ്റ്സ്. അതായത് നമ്മുടെ ബിൽഡിംഗ് യൂണിറ്റ്സുമായിട്ട് ഈ മോർട്ടാറിന് എത്ര അഡ്ഹസീവ്നെസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഈ ടെസ്റ്റ്, ഫസ്റ്റിലത്തെ ടെസ്റ്റ്. അടുത്തത് നോക്കി, അതിന് നമ്മൾ ഹൊറിസോണ്ടൽ മോർട്ടാർ ജോയിൻസ് ആണ് സാധാരണ മോർട്ടാർ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഒരു സൈസ് ഓഫ് ബ്രിക്ക് 19/9/9 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര വരും, ഈ ഹൊറിസോണ്ടൽ രണ്ട് ബ്രിക്കിനിടയിൽ വരുന്ന ഈ ഹൊറിസോണ്ടൽ ജോയിന്റ് എന്ന് പറയുന്നത് 9/9, അതായത് 81 സെന്റിമീറ്റർ സ്ക്വയർ വരും അല്ലേ. അപ്പം ഒരു അഡ്ഹസീവ് സ്ട്രെങ്ത് മോർട്ടാർ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഓഫ് ഏരിയ. അപ്പൊ നമ്മുടെ ഒരു സ്ട്രെങ്തിനെ നമുക്ക് എസ് എന്നിടാം. അഡ്ഹസീവ് സ്ട്രെങ്ത് ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആ ജോയിന്റിൽ വരുന്ന മാക്സിമം ലോഡിനെ നമ്മുടെ എന്താണ് ആ ജോയിന്റിന്റെ ഏരിയ, അതായത് എന്താ 81 സെന്റിമീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അഡ്ഹസീവ് സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായോ. ഇനി അടുത്തത് ക്രഷിംഗ് സ്ട്രെങ്ത്. ക്രഷിംഗ് സ്ട്രെങ്ത് നമ്മളൊക്കെ ലാബിൽ ചെയ്തിട്ടുള്ളത് കണ്ടോ, ഇതുപോലൊരു എന്താണ് ഒരു ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു 70.06 mm അല്ലെങ്കിൽ 7.07 അറൌണ്ട് 7 സെന്റിമീറ്റേഴ്സ്, ഓക്കെ, അങ്ങനെ വരുന്നൊരു ക്യൂബ്, അതിന്റെ മോൾഡൊക്കെ വെച്ചിട്ട് നമ്മൾ ക്യൂബ് കാസ്റ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് വെക്കും. ഓക്കെ, അപ്പൊ അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അറൌണ്ട് 50 സെന്റിമീറ്റർ സ്ക്വയർ വരേണ്ടത് കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ടെൻസൈൽ സ്ട്രെങ്ത് ആണെങ്കിലോ, നമ്മൾ ടെൻസൈൽ സ്ട്രെങ്തിന് നമ്മൾ കോൺക്രീറ്റിന്റെ ടെൻസൈൽ, സോറി, നമ്മൾ സിമെന്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ ലാബിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഇതിന്റെ ബിറ്റുമിന്റെ ചെയ്തിട്ടുണ്ട്. ബിറ്റുമിന്റെ ബ്രിക്വറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഓർക്കുന്നുണ്ടോ, ഇങ്ങനെ ബ്രിക്വറ്റിനകത്തോട്ട് നമ്മൾ ആ ബിറ്റുമിൻ ഫില്ല് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത്, അതുപോലൊരു ടെസ്റ്റ് ബ്രിക്വറ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മോർട്ടാറിന്റെ എന്താ ബ്രിക്വറ്റ് ടെസ്റ്റ്, സെയിം പേരാ വരുന്നത്. അപ്പൊ ബ്രിക്വറ്റ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ടെൻഷൻ ടെസ്റ്റിംഗ് മെഷീൻ ആണ്. അപ്പം ഇനി അതിന്റെ ഒരു സെൻട്രൽ പോർഷന്റെ ക്രോസ് സെക്ഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും, 38 mm by 38 mm ആയിരിക്കും. ഓക്കെ, അതിന്റെ എന്താണ് ഏരിയ എന്ന് പറയുമ്പോൾ 1444 mm സ്ക്വയർ ഓർ 14.44 സെന്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് ഗുണൈറ്റിംഗ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഗേജിങ് പറഞ്ഞല്ലോ, ഗേജ്ഡ് മോർട്ടാർ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ഗുണൈറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് റിപ്പയറിംഗ് ഓഫ് കോൺക്രീറ്റ് വർക്ക്. നമ്മളൊരു കോൺക്രീറ്റ് വർക്കിന് നമ്മൾ റിപ്പയറിംഗ് കൊടുക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ റിപ്പയറിംഗ് കൊടുക്കേണ്ടി വരുന്നത്, എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായി കാണും അല്ലെ, ആ വർക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും എക്സ്പോഷർ കണ്ടീഷൻ കാരണം, ഒരു ഫ്ലഡ് കാരണം, എന്തെങ്കിലും എന്താണ് ഒരു ഇൻഫീരിയർ വർക്ക് കാരണമൊക്കെ ഒരു ഡാമേജ് ഉണ്ടായി കാണും. അപ്പൊ ഈ ഡാമേജ് ഉണ്ടായ ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇംപെർവിയസ് ലെയർ, പെർവിയസ് ആണോ അല്ല, ഇംപെർവിയസ്, പെർമിബിലിറ്റി കുറഞ്ഞ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ സിമെന്റിന്റെ സാൻഡിന്റെ ഒരു മോർട്ടാർ മിക്സ്ചർ ഉണ്ടാക്കും. ആ മോർട്ടാർ മിക്സ്ചറിന്റെ പ്രപ്പോർഷൻ എത്ര ആയിരിക്കും, 1:3 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 1:3 പ്രപ്പോർഷനിൽ നമ്മൾ ഇവനെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നേ, ഒരു സിമെന്റ് ഗൺ ഉണ്ട് കണ്ടോ, ഈ ആളുടെ ഇരിക്കുന്ന കണ്ടോ, ഈ വർക്കറിന്റെ ഇരിക്കുന്ന ഇതുപോലെ ഒരു സിമെന്റ് ഗൺ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ മിക്സ്ചറിനെ ഈ 1:3 പ്രപ്പോർഷനിലുള്ള നമ്മുടെ മിക്സ്ചറിനെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഏത് പ്രഷറിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, ഇത് കണ്ടോ നല്ല ഫോഴ്സിലല്ലേ പോകുന്ന ഒരു ജെറ്റ് പോലെ. അപ്പൊ എന്താണ് ആ അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 2 to 3 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. നമ്മൾ ആദ്യം സർഫസിനെ നല്ല ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ നോസിൽ ഗണ്ണിന്റെ ഈ നോസില് നമ്മുടെ ആ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ, അറൌണ്ട് 75 സെന്റിമീറ്റർ ടു 85 സെന്റിമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ആ ട്രീറ്റഡ് സർഫസിൽ നിന്ന് ഇത് എന്ത് ചെയ്യുക, ഈ ഗണ്ണിൽ കൂടി ഇങ്ങനെ നമ്മൾ ഈ മിക്സ്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ പ്രൊവൈഡ് ചെയ്യുന്ന വെലോസിറ്റി എത്രയായിരിക്കും, 120 to 160 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അവിടുത്തെ വെലോസിറ്റി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യന്, ഒരു തവണ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മിക്സ് ഫോർ ആർ ആർ മേസണറി.
ഓക്കെ. അപ്പൊ ആർആർ മേസണറി എന്ന് പറഞ്ഞപ്പോൾ റാൻഡം റബിൾ മേസണറി എന്നായിരിക്കണം മിക്കവരും. നമുക്ക് ആർആർ എന്ന് പറയുമ്പോൾ നമ്മൾ റാൻഡം റബിൾ മേസണറി എന്നല്ലേ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വിചാരിച്ചത് റാൻഡം റബിൾ മേസണറി അല്ലായിരിക്കും 1.6 എന്ന്. അപ്പൊ പിന്നെ എനിക്കൊരു സംശയം വന്നു. നമ്മൾ റാൻഡം റബിൾ മേസണറി അല്ലേ, അപ്പൊ അതില് നമ്മൾ ഈ 1.6 അങ്ങനെ ഒരു പ്രപ്പോർഷൻ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു സംശയം എനിക്കും വന്നു. ഓക്കെ. അപ്പൊ ഈ റാൻഡം ഡബിൾ മേസണറി എന്ന് പറഞ്ഞാൽ അതെന്ത്, ഈ ആർആർ മേസണറി ഈ ക്വസ്റ്റ്യൻ വന്നു അതിന്റെ ആൻസർ 1.6 ആയിരുന്നു. ഏത് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്ന് തപ്പി നോക്കിയപ്പോൾ കിട്ടിയാണേ. ഇപ്പൊ ഇത് നോക്കി ഇതോടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 1.6 ആണ്. അപ്പൊ ഈ ആർആർ മേസണറി എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് ബ്രിക്ക് മേസണറി ആണ്. നമ്മൾ റാൻഡം ഡബിൾ മേസണറിയുടെ അല്ല ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് ബ്രിക്ക് മേസണറി ആണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് എന്താണ്, റിഫൈൻഡ് റുഡിമെന്ററി ബ്രിക്സ്. ഓക്കെ, അതിനാണ് ആർആർ എന്ന് പറയുന്നത്, റിഫൈൻഡ് റുഡിമെന്ററി. ഓക്കെ, അപ്പൊ ഈ റിഫൈൻഡ് റുഡിമെന്ററി ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു ടൈപ്പ് ഓഫ് പ്രസ്ഡ് ബ്രിക്സ് ആണ്, പ്രസ് ചെയ്തെടുക്കുന്ന ഒരു ബ്രിക്സ് ആണ്. ഓക്കെ, അപ്പം ഈ പ്രസ് ചെയ്തെടുക്കുന്ന എങ്ങനെയാണ്, ഒരു ക്ലേ മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്രസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് യൂണിഫോം ഷേപ്പിലും സൈസിലും ഒക്കെയുള്ള ഒരു എന്താണ്, ഈ ട്രഡീഷണലി ഹാൻഡ് മെയ്ഡ് ബ്രിക്സിനോട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ബ്രിക്സ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഇനിയും ഇതിനകത്ത് സിമെന്റും സാൻഡും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലേ ഒക്കെ യൂസ് ചെയ്യുന്ന ബ്രിക്സിന് വരെ സിമെന്റ് സാൻഡും ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ റേഷ്യോ 1:6 ആണ്. ഓക്കെ, ഇനി എന്താണ്, 1 പാർട്ട് ഓഫ് സിമെന്റ് എന്ത് ചെയ്യും, 6 പാർട്ട് ഓഫ് സാൻഡുമായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ വരാം. നമ്മൾ കാണാത്ത ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ വരാം. റാങ്ക് മേക്കിംഗ് ആണ്, എല്ലാവരും എഴുതില്ല, അതിന് വേണ്ടിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ഞാൻ ഈ പോർഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 1:6 എന്ന് ഓർത്തിരിക്കുക. പ്രസ്ഡ് ബ്രിക്സ് ആണെന്ന് ഓർത്തിരിക്കുക. അതിൽ സിമെന്റും സാൻഡും ഏത് പ്രപ്പോർഷനിലാണ്, 1:6 പ്രപ്പോർഷനിലാണ് ആ ബ്രിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തിയറി പോർഷൻ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാവേ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.